ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൂടെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കണം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ വർഷ ദേഷ്യം വന്നിട്ട് ശ്രീകാന്തിനെ എന്തൊക്കെയോ ചെയ്തു. അപ്പൊ സച്ചിയുടെ രേവതിയുടെ വിചാരം നമ്മുടെ ശ്രീകാന്ത് എന്തോ വർഷേനെ ചെയ്തിട്ടാണ് വർഷ ഇതുപോലെ തിരിച്ചു ചെയ്തതെന്ന്. പക്ഷെ നമ്മുടെ വർഷയ്ക്ക് വേറൊന്നുമല്ല, പ്രഗ്നന്റ് ആയതിന്റെ ആ ഒരു ദേഷ്യമാണല്ലോ. അങ്ങനെ കല്ല് പിറക്കി എറിയുന്നു, പുറത്തിടിക്കുന്നു, എന്തൊക്കെയോ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു, നീ എന്താടി കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് രേവതിക്ക് ഒരു സംശയം. സച്ചി പറഞ്ഞു, അവളങ്ങനെ ചുമ്മാ ഒന്നും ചെയ്യത്തില്ല, നീ എന്തോ അവളെ ചെയ്തിട്ടുണ്ട്, നീ എന്തോ അവളോട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവള് നിന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഞാനൊന്നും ചെയ്തിട്ടില്ല സച്ചേട്ടാന്ന് പറഞ്ഞപ്പോ രേവതി പറഞ്ഞു, ഒരാളെ ചുമ്മാ ഉപദ്രവിക്കാൻ വട്ടും ഭ്രാന്തൊന്നും അല്ലല്ലോ, വർഷയ്ക്ക് വട്ടും ഭ്രാന്തൊന്നും ഇല്ലല്ലോ. നമുക്ക് വട്ടും ഭ്രാന്തുവാണെന്നാ തോന്നുന്നത് എടുത്തി, എനിക്കറിയില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒന്നും ചെയ്യാതെ ഇപ്പം എന്തെങ്കിലും അങ്ങോട്ട് ചെയ്യല്ലേ വർഷ, അവക്ക് 2 ദിവസമായിട്ട് എന്തോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെനിക്കറിയാം, അവളുടെ മുഖം കണ്ടിട്ടുണ്ട്, എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, അത് നമുക്ക് പരിഹരിക്കാം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചിട്ടുണ്ടല്ലോ ശ്രീകാന്ത് എന്ന് പറയുമ്പോൾ എനിക്ക് അറിയത്തില്ലെന്നേ. എനിക്ക് അറിയത്തില്ലെന്നല്ലേ പറഞ്ഞത്. എന്താ ശ്രീകാന്ത് ഇത്, എന്തെങ്കിലും ഉണ്ട് തുറന്നു പറ. നിന്റെ അടുത്തുനിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. എന്റെ അടുത്ത് എനിക്കൊന്നും അറിയാതെ ഞാൻ എങ്ങനെ പറയുന്നത്? എല്ലാവരും കൂടെ എന്നെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അവള് നേരത്തെ തുടങ്ങിയതാ. ഒരു ശത്രുവിനെ പോലെ അവളിപ്പോ എന്നെ കാണുന്നത്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് പറയുന്നുമില്ല. അപ്പോഴത്തേക്ക് സച്ചിയടാ അടി മേടിക്കും കേട്ടോ, എന്റെ പെങ്ങള് കൂട്ടിയാ അവള്. രേവതി, ഇവന്റെ മുഖത്ത് നോക്കിക്ക, എന്തോ കള്ളലക്ഷണം ഉണ്ട്. നിന്നെ വിശ്വസിച്ച് നിന്റെ കൂടെ ഇറങ്ങി വന്ന പെണ്ണാടാ അവള് നീ കരയിക്കല്ലടാ, നീ അതാദ്യം നോക്ക്. അവളുടെ അച്ഛൻ അവളെ തിരിഞ്ഞു നോക്കാറുണ്ടോ? ഇല്ല. അമ്മയാണെങ്കിൽ വല്ലപ്പോഴും വന്നിട്ടൊക്കെ അങ്ങ് പോകും. അവക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നൊന്നും വിചാരിക്കണ്ട, ഞാനും രേവതിയും അവക്കുണ്ട്, അത് നീ ഓർത്തോ. ചുമ്മാ തോന്നിവാസം കാണിക്കാതെ. അവളുടെ ഏട്ടനും ഏടത്തിയമ്മ ഈ നിൽക്കുന്നത്. എന്തൊരു കഷ്ടമായത്. ഞാൻ അവളെ ഒന്നും പറഞ്ഞില്ല, ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടുമില്ല. ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കേട്ടാ. ഞാൻ എന്തെങ്കിലും ചെയ്തെങ്കിൽ ഞാൻ പറയത്തില്ലേ? പിന്നെ എന്തിനാ അവൾ നിന്റെ കഴുത്തിന് പിടിച്ചതും പുറത്തടിച്ചതും കല്ലുപിറക്കി എറിഞ്ഞതൊക്കെ? അത് പിന്നെ അവൾക്ക് ഭ്രാന്ത്, അല്ലാതെ പിന്നെ എന്നതാ? എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഭ്രാന്തില്ലാതെ വെറുതെ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? ശ്രീകാന്തെ, ഭ്രാന്തോ? അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിയാൻ പറ്റുമോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്ത് കരയാണ്. ശ്രീകാന്ത് കരഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് അങ്ങ് ഇമോഷണലായി. സച്ചിൻ ചോദിച്ചു, എന്തിനാടാ നീ കരയുന്നത്? അത് പിന്നെ അവളെന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കിയില്ലേ? കൊല്ലാൻ നോക്കിയതൊന്നും അല്ലെന്നേ, അവള് ദേഷ്യത്തിന് ചെയ്തതല്ലേ. എന്നാലും അവള് എന്താ എടുത്ത് ഇങ്ങനെയെന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് അങ്ങ് പോയി കേട്ടോ. അപ്പൊ രേവതി പറഞ്ഞു, സച്ചേട്ടാ നമ്മൾ വെറുതെ അവനെ വഴക്ക് പറഞ്ഞ കേട്ടോ, പാവം, അവനൊന്നും ചെയ്തിട്ടില്ലെന്നാ തോന്നുന്നത്. എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്റെ രേവതി, എന്തൊക്കെയാ രേവതി ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ സുധി ഇറങ്ങി വന്നു, സച്ചി എന്ന് വിളിച്ചോണ്ട്. അത് പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്കൊരു കാര്യം പറഞ്ഞെന്ന് ഇങ്ങനെ സച്ചിയോട് പറഞ്ഞ് സച്ചി ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് നമ്മുടെ സുധിയെ. അങ്ങനെ സുധി അങ്ങോട്ടോ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എവിടെയാണെന്നൊന്നും അറിയത്തില്ല. രേവതി ഇതെന്താ ഇങ്ങനെ എന്ന് പുറത്തിരിക്കുകയാണ്. കാരണം അങ്ങനെ സുധി വിളിച്ചോണ്ട് സച്ചിനെ കൊണ്ടുപോകാറൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്തിനാണെന്നൊരു സംശയം കാണുമല്ലോ. അങ്ങനെ ടെറസിന്റെ പൊക്കത്തേക്കാണ് കയറി ചെല്ലുന്നത്. അപ്പം സുധി പറയുന്നുണ്ട്, അതെ നീ വന്നേ, ശ്രീകാന്ത് ഇപ്പം വരുന്നേ, ഞാൻ എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിരിക്കും, ഇനി ശ്രീകാന്തും കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടി തുടങ്ങാന്ന് പറഞ്ഞു. അപ്പം അടിക്കാനുള്ള സെറ്റപ്പാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ സുധി. വിഷമം ഉണ്ടല്ലോ ഭാര്യ പോയതിന്റെ, എല്ലാം കൂടി അങ്ങ് തീർക്കാം. ഇതിൽ ശ്രീകാന്തിന് വിഷമമുണ്ട്, നമ്മുടെ വർഷയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, അപ്പൊ അതിന്റെ നല്ല വിഷമമാണ് ശ്രീകാന്തിന്. അപ്പം ഈ സമയത്ത് വീണ്ടും നമ്മുടെ ശ്രീകാന്ത് പറയുന്നു, സച്ചേട്ടാ ഞാൻ അവള് ഒന്നും ചെയ്തിട്ടില്ല സച്ചേട്ടൻ വിശ്വസിക്കണം. എനിക്ക് മനസ്സിലായി, ഞാൻ എന്തൊക്കെയോ നിന്നോട് പറഞ്ഞു, നീ അതങ്ങ് ക്ഷമിക്കുക. അല്ല, അവൾ എന്റെ കഴുത്തി പിടിച്ചത് കണ്ടില്ലേ? അവള് കഴുത്തി പിടിച്ചതൊക്കെ കണ്ടു, അവളോട് പിന്നെ സംസാരിക്കാം, പിന്നെ ഓക്കെ ആക്കാം, പോരെ? ഇതൊക്കെ കാണുമ്പോഴേ ഭാര്യ കൂടെ ഇല്ലാത്തത് ഏറ്റവും നല്ലതെന്ന് തോന്നുക. എന്റെ ഭാര്യ ഇപ്പൊ എന്റെ കൂടെ ഇല്ലല്ലോ എന്ന് സുധി. അങ്ങനെ 3 പേര് ഇരുന്ന് ഭയങ്കര അടിയോടടി. ഏതായാലും മിക്കവാറും നമ്മുടെ വർഷയും സച്ചിയും കൂടെ സച്ചിയല്ല, രേവതിയും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭൂകമ്പം നടക്കും കേട്ടോ. അപ്പൊ ഏതായാലും നമ്മുടെ സച്ചി പറയാണ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സുധി, നീ ലാസ്റ്റ് എല്ലാവരുടെയും മുമ്പിൽ ചെന്ന് ഞങ്ങളെ കുറ്റക്കാരനാക്കരുത്. നിനക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. എല്ലാം ചെയ്തിട്ട് ബാക്കി പിന്നെ ഞങ്ങളുടെ തലയിലേക്ക് കൊണ്ടുപോയി അങ്ങ് വെക്കുക. കഴിഞ്ഞിടയ്ക്ക് മദ്യപിച്ചപ്പോ നീ ഞങ്ങളുടെ തലയെ കൊണ്ടുവച്ചില്ലേ, എന്നിട്ട് നീ അങ്ങോട്ട് ഒഴിഞ്ഞു മാറിയില്ലേ, അതുകൊണ്ടാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോ, അയ്യോ ഞാൻ ഒരു അക്ഷരം മിണ്ടത്തില്ല.
ഖ മ എന്നൊന്നും ഞാൻ മിണ്ടത്തില്ലെന്ന് പറയുമ്പോ കാമായോ, നീ എന്നതാ പറയുന്നത്? ഖാമായല്ല, ഖമാ ഒരു അക്ഷരം മിണ്ടത്തില്ലെന്നാ പറയേണ്ടത്. ഇപ്പൊ തന്നെ നീ തെറ്റിച്ചു, പിന്നെ അവിടെ ചെന്ന് നീ തെറ്റിക്കത്തില്ലേ? രേവതിയും വർഷയൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ തല തിന്നു പറഞ്ഞപ്പം ആ അത് ശരിയാ സച്ചേട്ടാ, വർഷ ഇതും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കിയതല്ലേ ഉള്ളൂ, എന്നെ ഒരു കത്തി എടുത്ത് കുത്തിക്കൊല്ലും. ഏതായാലും ഒന്നൊക്കെ അങ്ങ് അകത്താക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിക്കാണ്, അല്ല പിന്നെ സച്ചി എങ്ങനെയാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടൊന്ന് ഇങ്ങോട്ടേക്ക് വരിക? അവളില്ലാതെ എനിക്ക് പറ്റണില്ല സത്യം പറയാലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു, എന്തിനാ ഏട്ടൻ പഠിക്കുന്നത് ഏട്ടന്റെ ഭാര്യനെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്? ഏട്ടൻ ചെന്ന് ഏട്ടന്റെ ഭാര്യനെ കൂട്ടിക്കൊണ്ട് വാ, അമ്മയോട് പോയി പണി നോക്കാൻ പറ, പിന്നെ അമ്മയോട് കാര്യം പറഞ്ഞത് മനസ്സിലാക്കിയാ പോരേന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ നമ്മുടെ അമ്മയല്ലേ, അമ്മയ്ക്ക് കാര്യമൊന്നും പറഞ്ഞാലൊന്നും മനസ്സിലാവത്തില്ല. എന്നാ പിന്നെ അമ്മയോട് പറയണ്ട, പോയി ശ്രുതിനെ കൂട്ടിക്കൊണ്ട് വാ, ഏടത്തിനെ കൂട്ടിക്കൊണ്ട് വാ. ഹേ അതൊന്നും ശരിയാവൂല, അതമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല. ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേ ഒരു കാര്യം ഞാൻ പറയാം, ഈ ഒരു സ്വഭാവം അങ്ങ് മാറ്റി വെക്കേണ്ട ശ്രുതിയേട്ടാ. എന്തിനാ അമ്മ പറയുന്നത് കേട്ട് ഇനിയും ജീവിക്കുന്ന നാണമില്ലേ? അമ്മ ഇനി കൈ കൂട്ടിപ്പിടിച്ച് ഇപ്പൊ കൊണ്ടുവരണം, ഇപ്പൊ കൊണ്ടുവാ എന്ന് പറഞ്ഞാലേ കൊണ്ടുവരത്തുള്ളൂ. ഇതൊന്നും നമുക്ക് കേൾക്കേണ്ട കാര്യമില്ല, നമ്മൾ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് പോയി കൊണ്ടുവരണം. ലൈഫില് അമ്മയും വേണം ഭാര്യയും വേണം, അതോർത്തോ. രണ്ടുപേരെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാ പഠിക്കണ്ട, അല്ലാതെ ഒരു സ്ഥലത്ത് ബാലൻസ് കൂടുതൽ ചെയ്താലേ ഒരെണ്ണത്തിന് ബാലൻസ് കിട്ടാതെ തെന്നിത്തെറിച്ച് പോകും, അതോർത്തോ. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കണം. ഇല്ലെങ്കിലേ സുധിയേട്ടന്റെ ജീവിതം തന്നെ ഫ്ലോപ്പ് ആയി പോകും. ഒന്ന് ചിന്തിച്ചു നോക്ക്, ഈ കാണിക്കുന്നതൊക്കെ ശരിയാണോന്ന്. തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? പോയി ചത്തൂടെ, പോയി ചാവ് സുധിയേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യുക? ചെകുത്താനും കടലിനും നടുക്ക എന്റെ ഒരവസ്ഥ. എനിക്കാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് വരണമെന്നുണ്ട്. എന്റെ പൊന്നു സുധിയേട്ടാ, ഒരു കാര്യം കൂടെ ഞാൻ പറയാന്ന് പറഞ്ഞു ശ്രീകാന്ത് പറഞ്ഞു, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഈ സുധിയേട്ടൻ എത്ര കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഏട്ടത്തി ക്ഷമിച്ചിട്ടില്ലേ, പൊറത്തിട്ടില്ലേ? സുധിയേട്ടൻ ചെയ്ത തെറ്റൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഏട്ടത്തി ചെയ്തതേ വലിയ തെറ്റോ കള്ളത്തരോ ഒന്നും അല്ല. എന്തൊക്കെ കള്ളത്തരം പറഞ്ഞ് കാട്ടിക്കൂട്ടിയാ ദേ ആ ശ്രുതിയടത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ലാസ്റ്റ് രേവതിയടത്തിനെ വിവാഹം കഴിക്കാൻ ഇരുന്നതാണ് സുധിയേട്ടൻ എന്ന് അറിഞ്ഞിട്ടും ഈ പറയുന്ന ശ്രുതിയേട്ടത്തി എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. അതുപോലെ പല 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 കള്ളത്തരം, പാർക്കിൽ പോയി ജോലി ഉണ്ടെന്ന് പറഞ്ഞ് രാവിലെ മുതൽ വൈകിട്ട് വരെ കിടന്ന് ഉറങ്ങില്ലായിരുന്നോ? എന്നിട്ട് അത് ശ്രുതിയടത്തി അറിഞ്ഞപ്പം ശ്രുതിയടത്തി എന്തെങ്കിലും പറഞ്ഞു? ഇല്ലല്ലോ. എന്നിട്ട് ശ്രുതിയടത്തി എന്തോ ഒരു കള്ളം പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശ്രുതി കരയാൻ തുടങ്ങിയിട്ടോ. കരഞ്ഞിട്ട് പറഞ്ഞു, അത് പിന്നെ എടാ അവൾ എന്നെ ചതിച്ചില്ലേ, അവൾ എന്നോട് കള്ളം പറഞ്ഞില്ലേ, അവൾ എന്നെ വെറും ഒരു കോമാളിയാക്കിയില്ലേ. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഓ തുടങ്ങി 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 എന്റെ പൊന്നു ശ്രീകാന്തേ, ഇവനോടൊക്കെ നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ നിങ്ങൾക്കറിയത്തില്ല, ഒരു ഭാര്യയും സ്വന്തം ഭർത്താവിനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പാവം എന്റെ അമ്മ, അവളെ എടുത്ത് ചുമലില് തലയിൽ വെച്ചോണ്ടാ എന്റെ അമ്മ നടന്നത്. എന്നിട്ട് അവളോ ആ ചുമലിലിരുന്ന് തന്നെ എന്റെ അമ്മയുടെ ചെവി കടിച്ചു തിന്നില്ലേ. എനിക്കറിയാം അതാ സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അത് പിന്നെ ശ്രീകാന്ത് നമുക്ക് ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും നല്ലത്, നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഇവന്റെ ഈ പറച്ചിലും കരച്ചിലും ഒക്കെ കൂടും, ലാസ്റ്റ് നമ്മുടെ തലയിലാകും എന്ന് സച്ചി പറഞ്ഞ ഉടനെ തന്നെ ശ്രീകാന്തും പറഞ്ഞു, എന്നാ നമുക്ക് പോകാം, സച്ചേട്ടാ ഇവിടുന്ന് മുങ്ങുന്നതാ സച്ചേട്ടാ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് അവർ പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ഒരു കാര്യം കൊണ്ട് നിങ്ങൾ പോവല്ല, നിങ്ങൾ പോകുന്നതിന് മുമ്പേ ഈ ബിയറിന്റെ ക്യാഷും കൂടെ തന്നിട്ട് പോകുന്നു പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ ബിയറിന്റെ ക്യാഷ് തരാടാ നിനക്കെന്ന് പറഞ്ഞിട്ട് സച്ചി പിടിച്ചിട്ട് 2 കുത്തു കൊടുക്കാൻ തുടങ്ങിയിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അവന്റെ ഒരു കാശെന്നൊക്കെ പറഞ്ഞോണ്ടാ സച്ചി അങ്ങ് പോകുന്നത്. ശ്രുതി അവിടെ ഇരുന്ന് പട്ടി മൂങ്ങുന്ന പോലെ മൂങ്ങുന്നുണ്ട്. ഇത് കഴിഞ്ഞേ വർഷേനെയാ കാണിക്കുന്നത്. വർഷ, അയ്യോ എനിക്ക് പറ്റത്തില്ല, എന്റെ ദൈവമേ, ആദ്യ കാരണം ഞാൻ മരിച്ചു പോകൂലോ, ഇല്ല ഞാൻ പ്രസവിക്കത്തില്ല. ഇപ്പം ഇത് മറ്റാരും അറിഞ്ഞിട്ടില്ല, കൂടുതൽ ദിവസമൊന്നും ആയിട്ടില്ലല്ലോ, ആഘോഷം നടത്താം, അത് തന്നെയാ നല്ലത്. എനിക്ക് ഇതിന് ചുമക്കാൻ പറ്റത്തില്ല, വേറൊരു വഴിയില്ല. അയ്യോ പ്രസവ വേദന, അതൊന്നും സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്റെ ഈശ്വരാ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലിരുന്ന്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് വന്നു കയറി. അപ്പൊ ശ്രീകാന്ത് പതുക്കെ കയറി വന്നപ്പോ ഭയങ്കര കരച്ചിലേ. അപ്പൊ ശ്രീകാന്ത് മനസ്സിലിങ്ങനെ വിചാരിക്കും, ഇവളിങ്ങനെ കരയുന്നത്. അപ്പോഴത്തേക്ക് ശ്രീകാന്തിനെ കണ്ടതും നമ്മുടെ വർഷയുടെ മുഖമൊക്കെ അങ്ങ് മാറി, ദേഷ്യം വരാൻ തുടങ്ങി കേട്ടോ. കാലി വന്നു വർഷയ്ക്ക്. അതിൽ ഈ സമയത്ത് ആ നോട്ടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും
നമ്മുടെ ശ്രീകാന്ത് മനസ്സിൽ വിചാരിക്കും ഇവക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, സമനില തെറ്റിയിട്ടുണ്ട്, ഒരു ശത്രുവിനെ പോലെ എന്നെ നോക്കുന്നത്, അപകടവാ ഇവിടെ കിടക്കുന്നത്, പുറത്ത് കിടക്കുക അതായിരിക്കും നല്ലത് എന്നും പറഞ്ഞ് പതുക്കെ വലിഞ്ഞങ്ങ് പോകാൻ തുടങ്ങും കേട്ടോ, ബെഡ്ഷീറ്റൊക്കെ ആയിട്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്ക് ദേഷ്യം വന്നു. വർഷ പറഞ്ഞു, എവിടെ പോടോ, അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. ദേ നിന്നെ ഉണ്ടല്ലോ നിന്നെ നേരത്തെ ഈ ബുദ്ധി തോന്നുമായിരുന്നെങ്കിൽ എനിക്ക് ഇത് സംഭവിക്കത്തില്ലായിരുന്നു. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പതുക്കെ ആട്ടോ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ഇറങ്ങി ഓടി. അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ വർഷയുടെ കയ്യിൽ നിന്ന് കേൾക്കുന്നറിയാം. നമ്മുടെ ശ്രീകാന്ത് പോയ ഉടനെ തന്നെ വർഷം എന്ത് ചെയ്തു, വാതിൽ അങ്ങോട്ട് ലോക്കും ചെയ്തു. എന്നിട്ട് എങ്ങനെ അബോർഷൻ നടത്തും, എങ്ങനെ സംഭവം ചെയ്യും? ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാരറിയും. എന്തെങ്കിലും മെഡിസിൻ കഴിച്ചാലോ? ആ മെഡിസിൻസ് ഇപ്പൊ ആരോട് ചോദിക്കും? ഓ കൺഫ്യൂഷൻ, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡൗട്ട്. അങ്ങനെ നെറ്റിലോ എവിടെയൊക്കെ കയറി സെർച്ച് ചെയ്ത് എന്തൊക്കെയോ മരുന്ന് നമ്മുടെ വർഷ കണ്ടുപിടിച്ചു. എന്നിട്ട് നേരെ വെളുത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ ചെല്ലുകയാണ് മെഡിക്കൽ സ്റ്റോറിലേക്ക് ചെന്നിട്ട് അവിടെ നിൽക്കുന്ന ആ പെണ്ണിന്റെ കയ്യിൽ ഇത് കൊടുത്തിട്ട് എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇത് തനിക്കാണോ എന്ന് ചോദിച്ചപ്പോൾ ഇത് എനിക്ക് തന്നെയാണെന്ന് പറഞ്ഞു. അത് പിന്നെ ഡോക്ടർ എഴുതി തന്ന വല്ല കുറിപ്പും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഡോക്ടർ എഴുതി തന്ന ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എഴുതി തരാതെ ഇതൊന്നും അങ്ങനെ പുറത്ത് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അതെന്താ ഇപ്പൊ തന്നാ പ്രശ്നം ഇരിക്കുന്നത്? മെഡിസിൻ വിൽക്കാൻ വേണ്ടിയല്ലേ വെച്ചിരിക്കുന്നത്, അതിന്റെ ക്യാഷും ഞാൻ തരും, സൗജന്യമായിട്ടൊന്നും അല്ലല്ലോ ചോദിക്കുന്നത്. മെഡിസിന്റെ വിലയുടെ 10 ഇരട്ടി ഞാൻ നിങ്ങൾക്ക് തരും. എനിക്ക് ഈ മെഡിസിൻ വേണം, കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും മെഡിക്കൽ സ്റ്റോറിലെ ആ പെണ്ണ് പറഞ്ഞു, അത് പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സ്വമേയ മരുന്ന് വാങ്ങി അബോർഷൻ ചെയ്യാൻ ശ്രമിക്കരുത്. ഗുരുതരമായ രക്തസ്രാവം ഉണ്ടാകും, അണുബാധയൊക്കെ ഉണ്ടാകും, അത് വലിയ പ്രശ്നം വരും, മറ്റു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും കുട്ടി, മരണം വരെ സംഭവിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ നേരിട്ട് മേടിച്ച് കഴിക്കരുത്. അബോർഷൻ സംബന്ധിച്ച് തീരുമാനം എടുക്കുമ്പോൾ ആദ്യം വീട്ടുകാരുമായിട്ടൊന്ന് ആലോചിക്കണം. എന്നിട്ട് നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കാണണം, അതാണ് സുരക്ഷിതം. അങ്ങനെ ചെയ്യുന്നതാണ് കൊച്ചെ നിനക്ക് നല്ലത്. ഞാൻ ഒരിക്കലും ഇതിന് വ്യക്തിപരമായിട്ട് സപ്പോർട്ട് ചെയ്യില്ല, ചെയ്ത തെറ്റാന്ന് നിങ്ങളൊന്ന് ഓർത്തോ. എന്തിനാ താൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അതിന് ഒരു കാരണമില്ലേ? തനിക്കും തന്റെ ഹസ്ബൻഡിനും ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ കുട്ടിക്ക് പ്രശ്നമുണ്ടോ? അത് പിന്നെ കുട്ടിക്കും ഹസ്ബൻഡിനും ഒന്നും പ്രശ്നമില്ല, എനിക്ക് പ്രശ്നമുണ്ട്. എനിക്ക് പ്രസവ വേദന സഹിക്കാൻ പറ്റത്തില്ല, എനിക്ക് പേടിയാ. അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിട്ട് ഒരു ചിരി. അപ്പൊ നമ്മുടെ വർഷ ചോദിച്ചു, അപ്പൊ നിങ്ങൾ മെഡിസിൻ തരത്തില്ലല്ലേ? മെഡിസിൻ തരത്തില്ല. നിങ്ങൾ തരണ്ട, എനിക്ക് എന്താ ചെയ്യട്ടെന്ന് അറിയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷ അവിടുന്ന് നേരെ ഇറങ്ങി പോവാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് വർഷയുടെ മുമ്പിൽ പെട്ടെന്ന് നമ്മുടെ രേവതി വന്ന് നിൽക്കുക. അപ്പൊ രേവതി, വർഷയോ നീ ഇതെവിടെ പോയതാ, നീ എന്താ ഇവിടെ? അത് പിന്നെ ചേച്ചി എന്താ ഇവിടെ? ഞാൻ ഇവിടെ ഒരു വീട്ടിൽ പൂ കൊടുക്കാൻ വേണ്ടി വന്നതാ, എന്നിട്ടോ ഞാൻ വരിക. അല്ല നീ എന്താ ഇവിടെ? നീ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എന്താ ഇറങ്ങി വരുന്നത്? സുഖമില്ലേ? അയ്യോ എനിക്ക് അസുഖമൊന്നുമില്ല, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടിനെ ചെറിയൊരു പനി, സ്റ്റുഡിയോയിലേക്ക് വരുന്ന വഴി മെഡിസിൻ മേടിക്കണമെന്നേ അവള് പറഞ്ഞു, അത് മേടിക്കാൻ വേണ്ടി കയറിയതാ. അല്ല നീ എന്തിനാ മെഡിസിൻ മേടിക്കാൻ വേണ്ടി ഇവിടെ വന്നത്? നിന്റെ സ്റ്റുഡിയോ സിറ്റിയിലല്ലേ, അവിടെ കുറെ മെഡിക്കൽ ഷോപ്പ് ഉണ്ടല്ലോ. അതുമല്ല ഇത് സ്റ്റുഡിയോയിലേക്ക് പോകുന്ന വഴിയല്ലല്ലോ. അത് പിന്നെ ചേച്ചി ഇവിടെ ഒരു ആർട്ടിസ്റ്റിന്റെ വീട്ടിൽ എനിക്ക് പോകാനുണ്ടായിരുന്നേ, അതാ ഞാൻ ഇവിടെ ഇറങ്ങിയത്. അതെ ഞാൻ പോട്ടെ, എനിക്ക് തിരക്കുണ്ടായിരുന്നു. ഏതായാലും നീ വണ്ടി കയറ്, ഞാൻ കൊണ്ടാക്കാം. വേണ്ട ചേച്ചി വേണ്ട, ഞാനേ ഒരു ഓട്ടോ വിളിച്ച് വെക്കോളാം. ഓട്ടോ വിളിച്ചോ? അല്ല എനിക്ക് അവിടെയുള്ള 2-3 കടകളിലെ പൂ കൊടുത്തിട്ട് ക്യാഷ് മേടിക്കാനുണ്ട്, നീ ഏതെങ്കിലും കേറ്. വേണ്ട ചേച്ചി, അയ്യോ ഞാൻ മറന്നുപോയി, എനിക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോണം. എനിക്കേ അയ്യോ കഷ്ടം, എൻ്റെ സ്റ്റുഡിയോയിൽ ഒരാളുടെ ബർത്ത്ഡേയും കൂടിയാണ്, ഞാൻ ഗിഫ്റ്റ് മേടിച്ച് വീട്ടിൽ വെച്ചേക്കാണ്, അതെടുക്കാൻ മറന്നുപോയി. ഞാൻ സ്റ്റുഡിയോയിലേക്ക് പൊക്കോളാം. പിന്നെ ഇപ്പം ചേച്ചി ചെല്ല്, പൂ കൊടുത്തതിന് പൈസ മേടിക്കാനുള്ളതല്ലേ, ചെല്ല്. അതിനൊക്കെ ഇനിയും സമയമുണ്ടെന്നേ, പിന്നെ കൊടുത്താലും മതി. നീ വണ്ടി കയറ്, നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു, ഗിഫ്റ്റ് എടുക്കുന്നു, അവിടെ നിന്ന് നേരെ സ്റ്റുഡിയോയിലേക്ക് പോകുന്നു, പോരെ? ഞാൻ പൊക്കോളാന്ന് പറഞ്ഞില്ലേ ചേച്ചിയോട്, ഞാനൊരു ഓട്ടോ വിളിച്ച് പൊക്കോളാം. ചേച്ചി സമയം കഴിയാതെ പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ വർഷം അങ്ങ് പോവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് രേവതിക്ക് ഇവളെന്താ ഇങ്ങനെ, അവളുടെ സംസാരത്തില് എന്തോ ചെറിയൊരു മാറ്റം ഉണ്ടല്ലോ, എന്തോ കള്ളക്കളി ഉണ്ടല്ലോ അവളുടെ സംസാരത്തില് എന്നിങ്ങനെ മനസ്സിലൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ രേവതി അങ്ങ് പോയിട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രോദയത്ത് ഭാമ വരികയാണ് കേട്ടോ. അപ്പൊ ഭാമ വന്നതും കോളിംഗ് ബെൽ അടിച്ചപ്പോ നമ്മുടെ രവീന്ദ്രനാണ് വാതിൽ തുറക്കുന്നത്. അങ്ങനെ വന്നിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭാമേനെ അവിടെ ഇരുത്താണ്. അപ്പൊ ചന്ദ്രനെ വിളിക്കുന്നുണ്ട്. ചന്ദ്രനെ വിളിച്ചിട്ട് നമ്മുടെ
ഭാമയോട് രവീന്ദ്രനാണ് സംസാരിക്കുന്നത് കേട്ടോ. എന്തുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ആ സുഖമാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചന്ദ്ര ചോദിച്ചു, എന്താ വന്നത്, നീ എന്തിനാ വന്നത്? അത് പിന്നെ ചന്ദ്രേ എന്താടി എന്താടി പറ. അത് പിന്നെ അപ്പൊ നമ്മുടെ രവീന്ദ്രൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ട് വന്നു കേട്ടോ ഈ ഭാമയ്ക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ ഭാമ തട്ടിക്കളിക്കുക, എന്ത് പറഞ്ഞു, ഇങ്ങനെ ചുമ്മാ മുട്ടുന്യായം പറയാണ് കേട്ടോ, ഞാൻ ചുമ്മാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ. അപ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് മനസ്സിലായി എന്തോ ഒരു സീക്രട്ട് ഉണ്ട് എന്ന്. അപ്പം ബാ മുറിയിലേക്ക് പോകാന്ന് പറയുമ്പോഴത്തേക്ക് രവീന്ദ്രന് മനസ്സിലായി കേട്ടോ എന്തോ സീക്രട്ട് ഉണ്ട് എന്ന്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ മുറിയിലേക്കൊന്നും പോകണ്ട, എന്തോ സീക്രട്ട് സംസാരിക്കാനുണ്ടെന്ന് തോന്നുന്നു, ഞാനൊരു ശല്യം ആവുന്നില്ല, ഞാൻ അകത്തേക്ക് പൊക്കോളാം, നിങ്ങൾ തമ്മിൽ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ തന്നെ അങ്ങ് ഒഴിഞ്ഞുപോയി കേട്ടോ. രവീന്ദ്രൻ സ്റ്റെയർ കയറിപ്പോയി. ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര ചോദിച്ചു, എന്താ നിനക്ക് പറയാനുള്ളത്, സംസാരിക്കാനുള്ളത്? ഇവിടെ നിന്ന് സംസാരിക്കണം, അപ്പൊ നമുക്ക് വെളിയിൽ പോകാം, നടക്കാം അങ്ങോട്ട്, നീ എന്തിനാ വന്നത്, എനിക്ക് അറിയണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്താ പറയ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, സുധി കടയിൽ പോയായിരുന്നോ? ഇല്ല, അവൻ മുറിയിലുണ്ട്. ദേ എങ്കിലേ ഈ ഏലസ് നീ അവന്റെ കയ്യിലൊന്ന് കെട്ടിക്കൊടുക്കുക, അവന് ഗുണമുണ്ടാകും. ഇനി എന്തിനാ, അവന്റെ ഏലസ് ഞാൻ കെട്ടിക്കൊടുത്തിട്ടുണ്ടല്ലോ, ഇത് നീ മറ്റേ കയ്യിലും കൂടെ കെട്ടിക്കൊടുക്ക്. ഇത് നേരത്തെ കെട്ടിയതിനേക്കാളും ശക്തിയുള്ള ഏലസ. ഈ ഏലസ് കെട്ടിയാലുണ്ടല്ലോ പിന്നെ ശ്രുതിയും ജീവിതത്തിൽ ഒന്നിക്കത്തില്ല. രണ്ടുപേരും എന്നേക്കുമായിട്ട് തല്ലിപ്പിരിയും. അത് 3 ദിവസത്തിനകം. അവര് രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യുകയും ചെയ്യും. ശരിയാണോ? അയ്യോ, ശരിയാണോ നീ പറയുന്നത്? അത്രയ്ക്ക് ശക്തിയുള്ള ഏലസോ? ആഹാ, എന്നാ പിന്നെ നമുക്കൊന്ന് നോക്കാലോ. ഇപ്പൊ നീ ഇത് തുറക്കരുത് കേട്ടോ, അത് കെട്ടാൻ നേരം മാത്രം അഴിച്ചാൽ മതി. അല്ല, നിനക്കിത് എവിടെ നിന്ന് കിട്ടിയത് ഭാമേ? അത് പിന്നെ ഞാനേ ക്ഷേത്രത്തിൽ തൊടാൻ പോയപ്പോ അവിടെ ഒരു സ്വാമീനെ കണ്ടു, അദ്ദേഹം ചെവിച്ചു തന്ന ഏലസാ ഇത്. 2 മണിക്കൂർ ക്യൂ നിന്നിട്ട് എനിക്കിത് കിട്ടിയത്, അറിയാമോ? അത്രയ്ക്ക് തിരക്കായിരുന്നു അവിടെ. ഓ എന്റെ പൊന്നു ഭാമേ, നീ എന്റെ മുത്താടി. ഇത് വിശ്വസിക്കാം, ഇതേക്കും, അത് ഉറപ്പാ. രണ്ടും കൂടി ആകുമ്പോ ഫലം ഉറപ്പാ. പിന്നെ അല്ലാതെ ഫലം ഉറപ്പാ ചന്ദ്ര, ഫലം ഉറപ്പാ. എന്നാ പിന്നെ നീ വൈകിക്കണ്ട, കൊണ്ടുപോയി കെട്ടിക്കൊടുക്ക്. ഞാനെന്നാ പോയേക്കാ. എന്നാ പിന്നെ ഞാൻ കെട്ടിക്കൊടുക്കാടി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ചന്ദ്ര നമ്മുടെ സുധിയുടെ കയ്യില് ഏലസ് കെട്ടിക്കൊടുക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ അടുത്ത ഏലസുമായി സുധിയുടെ മുമ്പിൽ എത്തിയപ്പോ സുധി വീണ്ടും ഏലസോ, ഇത് എന്താ അമ്മയെന്ന് ചോദിച്ചപ്പോ, ഇതേ പൂജിച്ചു മേടിച്ചതാ, ഇത് കെട്ടിക്കഴിഞ്ഞ സമ്പത്ത്, അതുപോലെ നിന്റെ ബിസിനസ്സിന് ഉയർച്ചയൊക്കെ ഉണ്ടാകും. അങ്ങനെയാണോ? എന്നാ പിന്നെ എനിക്ക് വേണം, ഇന്ന കെട്ടമ്മ എന്നും പറഞ്ഞ് സുധി കെട്ടിക്കാൻ കേട്ടോ. കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കാട്ടോ. അടുത്ത വിശേഷവുമായിട്ട് വരാം. ടാറ്റ ബൈ ബൈ. ലൈക്കിന് ഹൈപ്പിനും മറക്കല്ലേ.